പ്രണയിനിയെ സ്വന്തമാക്കാൻ വാഹനാപകടമുണ്ടാക്കി രക്ഷകൻ ചമഞ്ഞെത്തിയ കാമുകനും സുഹൃത്തും നരഹത്യാശ്രമ കേസിൽ അറസ്റ്റിൽ. പത്തനംതിട്ട കോന്നി മാമൂട് സ്വദേശി രഞ്ജിത്ത് രാജൻ, പയ്യനാമൺ സ്വദേശി അജാസ് എന്നിവരെയാണ് പത്തനംതിട്ട പോലീസ് പിടികൂടിയത്. ഒന്നാം പ്രതി രഞ്ജിത്ത് രാജന്റെ പ്രണയിനിയായിരുന്ന യുവതിയെ വാഹനാപകടത്തിൽപ്പെടുത്തിയ ശേഷം അപകടസ്ഥലത്ത് രക്ഷകനായി എത്തുക, അതുവഴി യുവതിയുടെ കുടുംബത്തിന്റെ അനുകമ്പ പിടിച്ചുപറ്റി യുവതിയെ സ്വന്തമാക്കുക. ഇതിനുവേണ്ടി പ്രതികൾ തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ അപകടമെന്നാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഇക്കഴിഞ്ഞ ഡിസംബർ 23 വൈകിട്ട് 5:30 പ്രതികൾ മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥയനുസരിച്ച് അപകടമുണ്ടാക്കിയത്. കോച്ചിംഗ് ക്ലാസ് കഴിഞ്ഞ് അടൂരിൽ നിന്നും സ്കൂട്ടറിൽ മടങ്ങുകയായിരുന്നു യുവതി. കാറിൽ പിന്തുടർന്ന രണ്ടാം പ്രതി വാഴമുട്ടം ഈസ്റ്റ് എന്ന സ്ഥലത്ത് വെച്ച് സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തുകയും വാഹനം നിർത്താതെ പോവുകയുമായിരുന്നു. പിന്നാലെ ഇന്നോവ കാറിലെത്തിയ ഒന്നാം പ്രതി യുവതിയെ കോന്നി ബിലീവേഴ്സ് ആശുപത്രിയിലെത്തിച്ചു. അപകട സ്ഥലത്ത് തടിച്ചുകൂടിയ ആളുകളെ യുവതിയുടെ ഭർത്താവാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഒന്നാം പ്രതിയുടെ ഇടപെടൽ. അപകടത്തിൽ യുവതിയുടെ വലത് കൈക്കുഴയുടെ സ്ഥാനം തെറ്റുകയും ചെറുവിരലിന് പൊട്ടലുമുണ്ടായി. ശരീരത്തിന്റെ പല ഭാഗത്തും മുറിവുണ്ട്. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വാഹനാപകട കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് സംഭവത്തിന്റെ ചുരുളഴിയുന്നത്. തുടർന്ന് നരഹത്യാ കുറ്റം ചുമത്തുകയായിരുന്നു. പത്തനംതിട്ട പോലീസ് സബ് ഇൻസ്പെക്ടർ അലക്സ് കുട്ടിയുടെ നേതൃത്വത്തിലാണ് കേസിൽ അന്വേഷണം നടക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. എറണാകുളം തൃക്കളത്തൂർ കാവുംപടിയിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനം ലോറിയുമായി കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. 2 പേർക്ക് പരിക്ക്. മൂവാറ്റുപുഴ പെരുമ്പാവൂർ MC റോഡിൽ രാവിലെ 5:45 അപകടമുണ്ടായത്. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഇതര സംസ്ഥാന തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ കണ്ടെയ്നർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. തിരുവനന്തപുരം പാപ്പനംകോട് വാഹനാപകടത്തിൽ മാധ്യമപ്രവർത്തകൻ മരിച്ചു. ചന്ദ്രിക ദിനപത്രത്തിലെ ഫോട്ടോഗ്രാഫർ കെ ഗോപകുമാറാണ് മരിച്ചത്. ബൈക്കിൽ KSRTC ബസ് ഇടിച്ചാണ് അപകടമുണ്ടായത്. ഭാര്യ ബിന്ദുവിനും പരിക്കേറ്റു. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ സബ് ഇൻസ്പെക്ടറാണ് ബിന്ദു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.